അമ്മ അവരെന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴേ അവർക്ക് എന്നെ കണ്ട ഇഷ്ടമാവോ അമ്മ? അതിന് ചെക്കന് കണ്ണത്തിരി മങ്ങലാണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഇഷ്ടമാവും. പറയുമ്പോൾ ചെക്കനിക്ക് കണ്ണ് കാണില്ലല്ലോ അമ്മ. അത് ഞാൻ ഓർത്തില്ല. പിന്നെ അങ്ങനെ ഞാൻ ഉണ്ടെന്നത് കാണുക. നീ പേടിക്കണ്ട, ഞങ്ങള് ചെക്കനെ നന്നായി നോക്കിയിട്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. പോരെ? അവരിന്ന് വരാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഞാനും സഹായിക്കും അമ്മ. ദാ അവര് വരുന്നുണ്ട്. താത്ത റെഡിയായാ? ദാ അവളവിടെ റെഡിയാവുന്നുണ്ട്. എന്താ പെണ്ണേ, അവരിങ്ങോട്ട് വരട്ടെ. അമ്മ, ചെക്കനിക്ക് തീരെ കണ്ണു കാണില്ലേ? നിക്ക്, ഞാനും നോക്കട്ടെ. ഞാനും ആദ്യമായിട്ട് കാണുന്നതല്ലേ. ആടി, ചെക്കന്റെ നടത്തം കാണുമ്പോഴേ തീരെ കാണില്ല എന്നാ തോന്നുന്നു. അമ്മ, ആ ബ്രോക്കർ നമ്മളെ ചതിച്ചു. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല കേട്ടമ്മ. നീ പതുക്കെ പറയടി, അവര് കേൾക്കില്ലേ? അവര് കേട്ട് കഴിഞ്ഞാൽ ആ ചെക്കനിക്ക് വിഷമാവില്ലേ? അവര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ആദ്യം അവര് പോട്ടെ. നീ പതുക്കെ പറ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ധൈര്യത്തിൽ കേറിക്കോളി. ഇത് നമ്മുടെ വീട് തന്നെ. ഇനിയിപ്പോ നിങ്ങളൊക്കെ ബന്ധുക്കാരാകാൻ പോണവര് തന്നെയല്ലേ. ഇത് കേറിക്കോളി. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടാ, നോക്കി കേറ്. എവിടെ ആരെയും കാണാനില്ല. ആ വരി, ഇരിക്കി. ഇതാ അവനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടേ. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയാനൊന്നും ഇല്ലല്ലോ. പിന്നെ പറയാൻ മറന്നുപോയി. ഇത് ചെക്കന്റെ ഉമ്മയല്ല, ചെക്കന്റെ ഇക്കാക്കിയില്ലേ, ഇക്കാക്കാന്റെ ഭാര്യയാണ്. അത് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ കൊണ്ട്. ചെക്കന് ഉമ്മയില്ലേ? ഉമ്മയില്ലാന്ന് പറഞ്ഞാൽ 2 വർഷമായി ഉമ്മ മരിച്ചിട്ട്. അതുവരെ നോക്കിയതൊക്കെ ഉമ്മയാണ്. ഇപ്പൊ നോക്കണത് പിന്നെ ഇക്കാക്കയുണ്ടല്ലോ, ഇവന്റെ ആ ഇക്കാക്കയാണ് ഇപ്പൊ നോക്കണത്. അതുകൊണ്ട് എന്താണ്, എനിക്ക് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പെട്ട് വട്ടത്തിരുന്ന് തന്നെ. സംസാരിച്ചിരുന്ന് നേരം കളയാണ്ടേ നിങ്ങൾ പെൺകുട്ടിനെ ഇങ്ങോട്ട് വിളിക്കി. പിന്നെ പെൺകുട്ടിന്റെ അടുത്ത് ചായ കൊടുത്തു വിടണ്ട, നിങ്ങൾ കൊണ്ടുവന്നാ മതി ചായ. പെണ്ണ് ചായ കൊണ്ടുവന്നാലേ ആ പകുതി ചായയും പോകും. അത്രയ്ക്ക് ചാട്ടമാണേ. ചാട്ടോ? നൊണ്ടലേ. ഇനിയിപ്പോ നൊണ്ടിയാണെങ്കിലും ഒരു കാലില്ലെങ്കിലും ഈ കല്യാണം തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചോളി. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടൻ എന്റെ തലയിലാവില്ലേ? ഇവന്റെ ഇക്കാക്കി ഉള്ളവരെയല്ലേ ഇവനെ നോക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് എന്തായാലും ഈ കല്യാണം ഉറപ്പിച്ചോളി. ഇനിയിപ്പോ 2 കാലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പേടിക്കണ്ട, ഈ കല്യാണം എന്തായാലും നടക്കും. ഈ പെണ്ണിനെ മൂത്തതിനെ കെട്ടിക്കൊടുത്തിട്ട് വേണം അതിന്റെ താഴെയുള്ളത് കെട്ടിക്കൊടുക്കാനേ. അതുകൊണ്ട് എന്തായാലും നടക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതാ വരുന്നുണ്ട്. നന്നായി നോക്കിക്കോ.
ആ മോളെ ഇതാണ് ചെക്കൻ ട്ടാ. റസാക്കേ പെണ്ണ് വന്നിട്ടുണ്ട്. അവിടെയല്ലടാ ഇവിടെ. ആ കണ്ണ് കാണില്ലെങ്കിലും നൊണ്ടിയാണെങ്കിലും ചടങ്ങുണ്ടല്ലോ, ചായ കൊടുക്കൽ ചടങ്ങേ. മോള് ആ ചായ ഉമ്മാനടുത്ത് വാങ്ങിയിട്ടേ ചെക്കനിക്ക് കൊടുക്ക്. റസാക്കേ അതാ ചായ തരുന്നു, വാങ്ങിക്കോ. ഓ ഞാൻ എടുത്തു തരാം. എന്നാ ഇനിയിപ്പോ എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ നോക്കുമല്ലോ ഇവനെ. പിന്നെ ഭാര്യന്റെ കടമയല്ലേ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെയാണ് മകളിനെയൊക്കെ വളർത്തിക്കുന്നത് അവര്, അല്ലേ? എന്ത് സ്വർണ്ണം അത്ര കൊടുക്കുന്നു? പിന്നെ നിങ്ങൾ പെൺകുട്ടിക്ക് എന്തൊക്കെ കൊടുക്കുന്നുള്ളതേ അങ്ങോട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞോളി. എന്നാ പിന്നെ കല്യാണം വൈകിപ്പിക്കണ്ടല്ലോ, വേഗം നടത്താലോ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതാണ് പെൺകുട്ടിന്റെ അനിയത്തി. ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ജോലിക്ക് പോണ ഒരു കുട്ടിയുണ്ട് പെണ്ണിന്റെ അനിയത്തിന്ന്. ആ കുട്ടിയാണ് ജോലിക്ക് പോയിട്ട് ഈ കുടുംബം നോക്കുന്നത്. ഇനി കാര്യങ്ങളൊക്കെ നേരിട്ട് ആ കുട്ടിനെ കൊണ്ട് തന്നെ പറഞ്ഞോ നീ. അല്ല കുട്ടിക്ക് കല്യാണത്തിനെ സ്വർണ്ണം ഇടാൻ കൊടുക്കുമല്ലോ, കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ. അത് എത്ര കൊടുക്കുന്നാണ് ചോദിച്ചത്. അതെ അതങ്ങ് പറഞ്ഞോ. നിങ്ങൾ ശ്രീധനാണോ ചോദിച്ചത്? അങ്ങനെയും പറയൂ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് വിവരമുണ്ടേ. അവൾക്ക് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആണ്. അവള് പഠിച്ച കുട്ടിയല്ലേ. ഒരു 10 പവനെങ്കിലും കൊടുക്കണമല്ലോ. നമ്മളിപ്പോ ഇവനെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും അവൾക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇവനിക്കാണെങ്കിൽ കണ്ണും കാണൂല. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി ജീവിക്കണ്ടേ. ഇവന്റെ ഇക്കാക്ക് എത്രയെന്ന് വെച്ചിട്ടാണ് നോക്കുക. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ജീവിക്കാനുള്ളത് വേണമല്ലോ. ഇവനിപ്പോ റോഡ് സൈഡിൽ നിന്നിട്ടാണ് ലോട്ടറി വെക്കുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളും ഇവന്റെ കൂടെ പോകണമല്ലോ ലോട്ടറി വെക്കാൻ. അല്ല ഇവനല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാനാകില്ലല്ലോ. ഇവൻ അങ്ങോട്ടും കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാനൊക്കെ ഒരാൾ വേണമല്ലോ. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഇവളും കൂടെ പോകേണ്ടി വരുമല്ലോ. അതാണ് പറഞ്ഞത്. അപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കടയിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ കടയിൽ ഇരുന്നിട്ട് ലോട്ടറി വെക്കാലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ. അല്ല നിങ്ങളുടെ കുട്ടിക്ക് നടക്കാനും ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ കടയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഗത്ത് നിന്നിട്ട് ലോട്ടറി വെക്കാൻ പറ്റും. അപ്പൊ അല്ല കടയിടുമ്പോ നിങ്ങളോ വേറെ സഹായിക്കുമല്ലോ. അല്ല ഭാര്യ വീട്ടുകാരല്ലാണ്ട് വേറെ ആരാലും സഹായിക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ സ്വർണവും പൈസയൊക്കെ ആയിട്ട് നിങ്ങൾ എത്ര കൊടുക്കും ഇവനിക്ക്? അതാണ് ചോദിച്ചത്. അതെ കെട്ടിയോളായി കഴിഞ്ഞ പിന്നെ കെട്ടിയോളം നോക്കണ്ടേ. പോരാത്തതിന് അവനിക്ക് കണ്ണും കാണൂല പാവം. നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? പറന്ന് ഒരു 10 പവൻ സ്വർണ്ണവും ഒരു 5 ലക്ഷം രൂപയും. എന്നാൽ തന്നെ ഒരു കടയിടാൻ പറ്റുള്ളൂ ടൗണിലൊക്കെ. ഒരു 15 ലക്ഷമെങ്കിലും വേണമല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണ്ണു കാണാത്ത ചെക്കനെ നോക്കാനും ഒരു പണിക്കാരനെയും വേണം. പിന്നെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വർണവും പൈസയും വേണം, അല്ലേ? അതെ അല്ലേ? എണീക്ക് എണീക്കീന്ന്. എന്താണ് ഇവനെ കൂട്ടിയിട്ട് ഇപ്പൊ തന്നെ ഇവിടെ സ്ഥലം വിട്ടോ? അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാതെ എനിക്ക് തന്നെ അറിയില്ല. ഇവര് ഞങ്ങളടുത്ത് നുണ പറഞ്ഞതാണ്. കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഒരു മങ്ങലുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ തീരെ കണ്ണു കാണില്ല എന്നൊന്നും അവർ പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്റെ താത്താനെ എങ്ങനെ കണ്ണു കാണാത്ത ഒരാൾക്ക് കെട്ടിക്കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ നൊണ്ടിപ്പണിന് ആര് കെട്ടാൻ വരും പറഞ്ഞിട്ടാണ്? ആര് കെട്ടിക്കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ അകത്ത് ഈ വീട്ടിലെ മനസമാധാനത്തോടെ ജീവിക്കും. അല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ഒരു പണിക്കാരനെ പോലെ സ്വർണ്ണവും പൈസയും ഒക്കെ തന്നിട്ട് അവിടെ ജീവിക്കേണ്ട ഗതികളൊന്നും എന്റെ താത്താക്കില്ല. മര്യാദയ്ക്ക് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകണ്ട, അല്ലെങ്കിൽ എന്റെ വായിന്ന് തോക്കും നന്നായിട്ട്. പോകാം, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ താത്ത വന്നാലേ അവിടെ എങ്ങനെ മനസമാധാനത്തിൽ ജീവിക്കുക? ഇങ്ങനെയല്ലേ സ്വഭാവങ്ങൾ കാണിക്കുന്നത്? ആ കണ്ണു കാണാത്ത ആൾ പിന്നെയും കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെയൊക്കെ ജീവിക്കണ്ടേ തന്റെ താത്ത?
വേഗം വിരിയും കൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വായന്ന് നന്നായി കേൾക്കും. വാ പോവാ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പെണ്ണിന് എന്തൊരു അഹങ്കാരമാണ്. ജോലിക്ക് പോണതിന്റെ അഹങ്കാരമാണ് അവൾക്ക്. ഇനി ഇതുപോലെ ഓരോ ആലോചന കൊണ്ടുവരട്ടോളേ. താത്ത ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സമാധാനത്തിലെങ്കിലും ഇരിക്കും. വെറുതെ എന്തിനാ ആ വീട്ടിൽ പണിക്കാരനെ പോലെയൊക്കെ പോയിട്ട് ജീവിക്കേണ്ട കാര്യം? താത്താക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കുറവുള്ളതല്ലേ? ആൾക്കാർ അത് ചൂഷണം ചെയ്യാണ്. നിങ്ങൾ ഇനി വെറുതെ താത്ത ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഓരോരോ കല്യാണ ആലോചന ആവശ്യമില്ലാത്ത കൊണ്ടുവരണ്ട. താത്താക്ക് കാലിന് സുഖമില്ലാത്തതേ, അവർ മുതലെടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചാലും കൊടുക്കുന്നുള്ള വിചാരമാണ് അവർക്ക്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ സ്ത്രീധനം ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള വീട്ടിലേക്ക് എങ്ങനെയാണ് നമ്മൾ താത്താനെ മനസ്സമാധാനത്തിൽ പറഞ്ഞു വിടുക? ഈ വീട്ടിലിരുന്ന താത്താക്ക് സമാധാനങ്ങളും കിട്ടും. താത്ത അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നല്ല ആലോചനകൾ വരുമ്പോഴേ അപ്പൊ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. ഞാൻ ഒണ്ടിയായതുകൊണ്ട് എന്നെ ആരും കല്യാണം കഴിക്കാൻ വരില്ലല്ലോ അമ്മ. എനിക്ക് എന്റെ ഉമ്മാന്റെ ഒപ്പം എപ്പോഴും ഇരിക്കുക.